എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ, പൂനെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരു ചർച്ച എന്ന രീതിയിൽ ഈ അടുത്ത കാലത്ത് ഓണ പ്രോഗ്രാമിനോട് അനുബന്ധിച്ച് ഒരു ചർച്ച നടന്നു. ഒരു സാഹിത്യ ഗ്രൂപ്പിൽ ഒരു വലിയ സമ്മേളനത്തിൽ. ആ ചർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു. അപ്പോൾ ഓണം എന്താണ്, എന്തിനാണ് ഓണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പം ഞാനത് സംബന്ധിച്ച് ചിന്തിച്ചപ്പോൾ ഒരുപാട് വായനകളിലൂടെ എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോയ, അല്ലെങ്കിൽ അത്രയും ഒരു ഗഹനമായ പഠനത്തിന് വിധേയമാക്കാതെ പോയ പല കാര്യങ്ങളും. അപ്പോൾ ഓണത്തെക്കുറിച്ച് തന്നെ നമ്മൾ ഒരുപാട് കള്ളങ്ങൾ ഇവിടെ അങ്ങനെ വ്യാപിക്കുന്നുണ്ട്. എന്തിനാണ് ആ കള്ളങ്ങളെന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെയാണ് സംഭവം. എന്തായാലും പുരാണ കഥകളുടെ പാഠഭേദങ്ങൾക്കും അതുപോലെ വ്യത്യസ്ത ആഖ്യാനങ്ങൾക്കും ഭാരതത്തിലൊരിക്കലും അങ്ങനെ വിലക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ദേശകാല ഭേദങ്ങൾക്കനുസരിച്ച് കഥകൾ പുനരാഖ്യാനം ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ അത്തരം പുനരാഖ്യാനങ്ങൾക്ക് പിന്നീട് മതപരവും അതേ രാഷ്ട്രീയപരമായ ദുരുദ്ദേശങ്ങൾ കടന്നു വരികയാണെങ്കിൽ നാം അത്തരം ദുരുദ്ദേശങ്ങളെ ഒരിക്കലും തിരിച്ചറിയാതെ പോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കേരളത്തിൻ്റെ ദേശീയോത്സവം എന്ന് പുകഴ്പെറ്റ ഓണത്തെക്കുറിച്ച് നമ്മുടെയൊക്കെ ഇടയിൽ ഏതാനും പതിറ്റാണ്ടുകളായിട്ട് തന്നെ അങ്ങനെ പ്രചരിക്കപ്പെടുന്ന വാമൊഴി കഥയ്ക്ക് പിന്നിലും ഇത്തരം ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഉള്ളത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാനാകുമോ? ഇല്ലെങ്കിൽ കേട്ടോളൂ. ഭാഗവതത്തിലെ വാമനാവതാരം അല്ലേ, ഭാഗവതത്തിലെ വാമനാവതാരം, മത്സ്യം, കൂർമ്മം, വരാഹം, അതുപോലെ ഇങ്ങനെ 10 അവതാരങ്ങളിൽ വാമനാവതാരം എന്ന അധ്യായം എന്താണ് പറയുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കൂ. അതിൽ ഓണത്തെയും മഹാബലിയെയും സംബന്ധിക്കുന്ന ചില മിഥ്യാധാരണകളും അവയുടെ യഥാർത്ഥ വസ്തുതകളും നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ വെറുതെ ഇങ്ങനെ കേട്ടുപോകുന്നു, നമ്മൾ മലയാളികളാണ്, കേരളത്തിൻ്റെ ദേശീയോത്സവം അല്ലേ, സംസ്ഥാനം ഒന്നടങ്കം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം എന്നൊക്കെ പറയുമെങ്കിലും ഓണത്തെക്കുറിച്ച് നമുക്ക് പലർക്കും തെറ്റായ പല ധാരണകളാണ്. അപ്പോൾ അത് നാം പലപ്പോഴും മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ്. അതിൽ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെന്ന് നമുക്ക് കേട്ടു നോക്കാം. കേരളം ഭരിച്ച രാജാവായിരുന്നു മഹാബലി അല്ലേ. ഹൈന്ദവ പുരാണങ്ങൾ പ്രകാരം മഹാബലി കേരളം ഭരിച്ച നാട്ടുരാജാവായിരുന്നില്ല, മറിച്ച് 3 ലോകങ്ങളും അടക്കി ഭരിച്ച ചക്രവർത്തിയായിരുന്നു. സ്വർഗകാലത്തെ ആസ്ഥാനമാക്കിയായിരുന്നു അദ്ദേഹം സ്വർഗലോകത്തെ ആസ്ഥാനമാക്കിയായിരുന്നു അദ്ദേഹം ഭരണം നടത്തിയിരുന്നത്. കാരണം ഇവിടെ തലസ്ഥാനം ഉണ്ടാവില്ലേ, ഇപ്പോൾ കേരളത്തിനാകുമ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്ന പോലെ സ്വർഗം 3 ലോകങ്ങളും അടക്കി വാണിരുന്ന അദ്ദേഹം സ്വർഗമാണ് ഇങ്ങനെ തലസ്ഥാനമാക്കി വെച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഗുജറാത്തിൽ നർമ്മദാ നദിയുടെ തീരത്ത് ഒരു എന്താ പറയുക, ഭൃഗു കച്ചത്തിലായിരുന്നു അതിന് ബാറൂച്ച് മഹാബലിയുടെ യാഗഭൂമി. ബാറൂച്ച് എന്ന സ്ഥലം, അത് അന്ന് അതിൻ്റെ പേര് ഭൃഗു കച്ചം എന്നായിരുന്നു. അപ്പോൾ അവിടെയായിരുന്നു ഈ മഹാബലിയുടെ യാഗഭൂമി. പിന്നെ മഹാബലിയുടെ സദ്ഭരണത്തിൽ അസൂയ പൂണ്ട് ദേവന്മാർക്ക് വേണ്ടിയാണ് വാമനൻ വന്നത്. അതിനെക്കുറിച്ചൊന്ന് നോക്കാം. മഹാബലിയുടെ സദ്ഭരണത്തിൽ അസൂയ പൂണ്ട് ദേവന്മാർക്ക് വേണ്ടിയല്ല വാമനൻ വന്നത് എന്നാണ് അവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നത്. മഹാബലി സ്വർഗലോകം ആക്രമിക്കുവാനായി ചെല്ലുകയും ഇന്ദ്രാദി ദേവന്മാർ ദേവലോകം നഷ്ടപ്പെട്ട് വേഷപ്രച്ഛന്നരായിട്ട് സഞ്ചരിക്കേണ്ടിയും വന്നു. ദേവന്മാരുടെ ദുസ്ഥിതി കണ്ട ദേവമാതാവ് അതിഥി ഭഗവാൻ മഹാവിഷ്ണുവിനെ കഠിന തപസ് ചെയ്ത് മഹാബലിയെ സ്ഥാനഭ്രഷ്ടനാക്കാൻ വരം വാങ്ങി.
മഹാവിഷ്ണു വരം കൊടുത്തു. മഹാബലി എങ്ങനെയാണ് സ്ഥാനഭ്രഷ്ടനാക്കേണ്ടത് അതവർ ഒരു നയതന്ത്രപരമായിട്ട് തന്നെ ഈ ഒരു വരം നേടി. തൻ്റെ ഭക്തനായ മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനും അതിഥി അമ്മയുടെ ദുഃഖമകറ്റുവാനുമായി ഭഗവാൻ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ വാമനാവതാരം കൈക്കൊണ്ടു എന്നാണ് പുരാണങ്ങളിലൊക്കെ പറയുന്ന കഥ. ഈ പുണ്യദിനമാണ് നാം തിരുവോണമായിട്ട് കൊണ്ടാടുന്നത്. വിഷ്ണു വിരോധിയായിരുന്നു മഹാബലി. മഹാബലി വിഷ്ണു വിരോധിയായിരുന്നോ? ഒരിക്കലുമല്ല. മഹാബലി വിഷ്ണുവിൻ്റെ പരമഭക്തനായിരുന്നു. വിഷ്ണു ഭക്തനായിരുന്നു എന്ന് പറഞ്ഞാൽ നോക്കൂ എത്രമാത്രം വ്യത്യസ്തമായിട്ടാണ് അല്ലേ, പരസ്പര വിരുദ്ധമായിട്ട് തന്നെയാണ് കഥകൾ നമ്മുടെ പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. മഹാബലി മഹാശിവൻ കൂടിയായിരുന്നു, പരമശിവൻ്റെ കൂടി ഭക്തനായിരുന്നു മഹാബലി എന്നിവിടെ പ്രത്യേകം പറയുന്നുണ്ട്. കശ്യപ പ്രജാപതിയുടെ വംശത്തിൽ പരമ ഭാഗവതനായ പ്രഹ്ലാദൻ്റെ പൗത്രനായിട്ടായിരുന്നു മഹാബലി പറഞ്ഞത്. തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് എന്നറിഞ്ഞപ്പോൾ ഭക്തിയോടും ആനന്ദത്തോടും കൂടി നമസ്കരിക്കുകയാണ് മഹാബലി ചെയ്തത്. മാത്രമല്ല തൻ്റെ സർവസ്വവും ഭഗവാന് സമർപ്പിച്ച് തൻ്റെ ശിരസ്സും ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചു. ഭഗവാന്റെ അനുഗ്രഹമായാണ് മഹാബലിയും പത്നി വിന്ധ്യാവലിയും കണ്ടത്. അല്ലാതെ നമ്മൾ പറയുന്ന പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തി മഹാവിഷ്ണു എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനായിരുന്നു മഹാബലി. ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് എന്ത് കാരണവശാലും മുമ്പിൽ വന്നപ്പോൾ സർവസ്വവും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച ആളാണ് മഹാബലി. മാത്രമല്ല ഭഗവാന്റെ മഹത്വം അല്പമെങ്കിലും മനസ്സിലാക്കിയ മഹാഭക്തന്മാരുടെ കൂട്ടത്തിൽ യമധർമ്മൻ മഹാബലിയെയും പറയുന്നുണ്ട്. മഹാവിഷ്ണുവിൻ്റെ പല പല കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അത്ഭുത കഥകൾ അല്ലേ. അപ്പോൾ ആ കഥകളിൽ കൂടെയൊക്കെ മഹാബലിയുടെ ആ ഒരു അറിവ് ഭയങ്കരമായിരുന്നു, ഭക്തി ഭയങ്കരമായിരുന്നു. മഹാവിഷ്ണുവിനെക്കുറിച്ച് ഒക്കെ പറയുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് മഹാബലിയും ആ കൂട്ടത്തിൽ മഹാഭക്തന്മാരുടെ കൂട്ടത്തിൽ യമധർമ്മൻ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ ഈ പറഞ്ഞില്ലേ, മഹാവിഷ്ണുവിൻ്റെ ഭക്തനായിരുന്നില്ല എന്നുള്ള ആ ഒരു ധാരണ, അതിൽ തെറ്റിദ്ധാരണ അത് ഇവിടെ നമുക്ക് മാറും. അത് ശ്രീമദ് ഭാഗവതം ഷഡ് സ്കന്ധം അധ്യായം 3 നമുക്ക് കൃത്യമായിട്ട് വായിച്ചാലും മനസ്സിലാവും. പിന്നെ 4ാമത്തെ കാര്യം, ദ്രാവിഡ രാജാവായിരുന്നു മഹാബലി. ആര്യദ്രാവിഡ വിഘടനവാദം പറഞ്ഞ് ഹൈന്ദവരെ വിഭജിക്കാൻ വേണ്ടി അസുരന്മാർ ദ്രാവിഡരും ദേവന്മാർ ആര്യന്മാരുമാണ് എന്ന വാദം പലരും ഉയർത്തുന്നത് കാണാം. അതിലൊന്നും യാതൊരു കഴമ്പുമില്ല. അപ്രകാരം മഹാബലി എന്ന ദ്രാവിഡ രാജാവിനെ ആര്യന്മാർ ചതിച്ചു വന്ന കഥയായി മഹാബലി കഥയെ വ്യാഖ്യാനിക്കാൻ ഇവിടെ പലരും ശ്രമിച്ചു കണ്ടു. സത്യത്തിൽ മഹാബലിയും വാമനനും ഒരേ കശ്യപ പ്രജാപതിയുടെ വംശത്തിലാണ് ജനിച്ചത് എന്ന കാര്യം ഇവിടെ നമ്മളെല്ലാവരും വിസ്മരിക്കുകയാണ്. ദേവന്മാരും അസുരന്മാരും കശ്യപ പ്രജാപതിയുടെ ഇരുപത്നിമാരിൽ ഉണ്ടായവരാണ്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ കാണുന്ന ഭരണപക്ഷവും പ്രതിപക്ഷമൊക്കെ ഒരേ കൊമ്പിൽ നിന്ന് പൊട്ടി മുളച്ച രത്നങ്ങളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ആരെങ്കിലും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുകയോ വിശ്വസിക്കുകയോ? അപ്പോൾ കശ്യപ പ്രജാപതിയുടെ 2 പത്നിമാർ, 2 ഭാര്യമാരിലുണ്ടായ ആളുകളാണ്. ഒന്ന് അസുരന്മാരും മറ്റത് ദേവന്മാരും. അപ്പോൾ അവരെങ്ങനെ ശത്രു എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. വൈദ്യധർമ്മത്തിനെതിരായിരുന്നു ബലി. വൈദിക ധർമ്മങ്ങൾക്കൊക്കെ എതിരായിരുന്നു മഹാബലി എന്നൊരു വാദം ഉയർന്നു വന്നു. എന്നാൽ വൈദിക ധർമ്മത്തിനെതിരായിരുന്നില്ല ബലി എന്നതാണ് സത്യം. മഹാബലി വൈദികമായ ധർമ്മങ്ങളെ പരിപാലിച്ചിരുന്നു. യാഗങ്ങളും യജ്ഞങ്ങളും നടത്തിയിരുന്നു. ഗുരുവിലും ഈശ്വരനും ഉത്തമമായ ഭക്തിയെ പുലർത്തിയിരുന്നു. ഗുരുവായ ശുക്രാചാര്യരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ 100 അശ്വമേധ യാഗങ്ങൾ മഹാബലി
നടത്തിയതായിട്ട് പുരാണങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അല്ലേ. 100 അശ്വമേധ യാഗങ്ങൾ നടത്തിയിട്ടുണ്ട്, അതും ഗുരുവായ ശുക്രാചാര്യരുടെ നിർദ്ദേശപ്രകാരം. അപ്പോൾ ഗുരുവിനെയും അതുപോലെ ദൈവത്തിനെയൊക്കെ ഒരേപോലെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആളായിരുന്നു മഹാബലി എന്നതിന് തെളിവാണത്. പിന്നെ പറയുന്നത് ബലിയെ വാമനൻ ചവിട്ടിത്താഴ്ത്തി. ബലിയെ വാമനൻ ചവിട്ടിത്താഴ്ത്തിയിട്ടില്ല. 2 അടി കൊണ്ട് വാമനമൂർത്തിക്ക് മഹാബലി 3 അടി ദാനം ചെയ്തതും വിശ്വരൂപത്തിൽ 2 അടി കൊണ്ട് തന്നെ പ്രപഞ്ചം മുഴുവൻ അളന്നപ്പോൾ 3-ാമത്തെ അടി വെക്കാനായി തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തതും പ്രസിദ്ധമാണ്. എന്നാൽ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുകയല്ല വാമനൻ ചെയ്തത്. മഹാബലിയുടെ ഭക്തിയിൽ സംപ്രീതനായി സുതലം എന്ന വിശിഷ്ട ലോകത്തെയും അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രപദവി നൽകി അനുഗ്രഹിക്കുകയാണ് ചെയ്തത് എന്നിവിടെ എത്ര പേർക്കറിയാം. മഹാബലി വരുന്നത് പാതാളത്തിൽ നിന്നും. അപ്പോൾ എല്ലാ വർഷവും തിരുവോണ ദിവസം തൻ്റെ പ്രജകളെ കാണാൻ മഹാബലി വരുന്നത് പാതാളത്തിൽ നിന്നാണ് എന്നാണ് നമ്മളൊക്കെ പഠിച്ചു വച്ചിരിക്കുന്നത്. മഹാബലിയെ ഭഗവാൻ അയച്ചത് ദുരിതം പിടിച്ച പാതാളത്തിലേക്കല്ല എന്നതാണ് സത്യം, മറിച്ച് സ്വർഗത്തെക്കാളും ഉത്തമമായ സുതലം എന്ന ലോകത്തിലേക്കാണ്. അവിടെ ജീവിക്കുന്നവർക്ക് രോഗങ്ങളോ ജരാനരകളോ ബാധിക്കുകയില്ലെന്നും ഭാഗവതം പറയുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കണം. പത്നി സമേതനായാണ് മഹാബലി സുതലത്തിലേക്ക് പോയത്. അവിടെ ഒരു വൃദ്ധരാവുന്നില്ല, നിത്യയൗവനം എങ്ങനെയുണ്ടായിരുന്നോ അതേപോലെ തന്നെ യൗവനം കാത്തുരക്ഷിക്കാനൊക്കെ അവർക്ക് സാധിക്കുകയും ആ രൂപത്തിലാണ് അവർ നമ്മളെ കാണാൻ മഹാബലി വരാറുള്ളത്. നേടിയ ഇന്ദ്രൻ നഷ്ടം മഹാബലിക്ക്, അങ്ങനെ പറയാറുണ്ട്. ഇന്ദ്രന് അസൂയമൂത്തു മഹാവിഷ്ണുവിനെ കൊണ്ട് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിച്ചു. അങ്ങനെ ഇന്ദ്രന് സ്വന്തം കിരീടവും തൻ്റെ സ്ഥാനമൊക്കെ കിട്ടി. മഹാബലിക്ക് അത് ശിക്ഷയായിട്ടാണ് കൊടുത്തത് എന്നാണ് നമ്മുടെ എല്ലാവരും കേട്ടുകേൾവി. എന്നാൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നേടിയത് ഇന്ദ്രൻ നഷ്ടം മഹാബലിക്ക് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുകൂടെ നമുക്ക് ചിന്തിച്ച് നോക്കാം. വാമനമൂർത്തിയുടെ അനുഗ്രഹത്താൽ സ്വർഗാദികൾ ഇന്ദ്രന് തിരികെ ലഭിച്ചു, അത് സത്യമാണ്. എന്നാൽ ഭഗവത് അനുഗ്രഹത്തിന് മുമ്പിൽ ഇന്ദ്രപദവിയും ത്രിലോകങ്ങളും നിസ്സാരമാണെന്ന് ബലി തിരിച്ചറിഞ്ഞിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മഹാബലിയുടെ പരമഭക്തന്മാരിൽ അല്ലെങ്കിൽ ഭഗവാനെ പറ്റി എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയുള്ള പരമഭക്തന്മാരുടെ കൂട്ടത്തിൽ മഹാബലിയുടെ പേരും ഉണ്ട്. ആ മഹാബലി ഭഗവാന്റെ ആ മഹത്വം മനസ്സിലാക്കി നമ്മുടെ 3 ലോകങ്ങളും അല്ലെങ്കിൽ സ്വർഗവും അതൊന്നല്ല പ്രധാനം, അതിൽ ഉപരി ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനാവുക എന്നതാണ് ഏറ്റവും മഹത്തായ കാര്യം. അതിൽ ഇന്ദ്രപദവിയോ ത്രിലോകങ്ങളോ നിസ്സാരമാണെന്ന് ബലി തിരിച്ചറിഞ്ഞിരുന്നു. ബൃഹസ്പതിയുടെ ശിഷ്യനായിരുന്നിട്ടും ഇന്ദ്രൻ ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോ എന്ന് മഹാബലി സഹതനായിട്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ബൃഹസ്പതി എന്ന് പറഞ്ഞ മഹാമുനി, അദ്ദേഹത്തിൻ്റെ ഉത്തമ ശിഷ്യനായിരുന്നു ദേവേന്ദ്രൻ. എന്നിട്ട് പോലും ദേവേന്ദ്രൻ ഈ ജ്ഞാനം കിട്ടിയില്ല, അത് മനസ്സിലാക്കാൻ ശ്രമിച്ചുമില്ല. സ്ഥാനങ്ങൾക്കും ഇന്ദ്രപദവിക്കും വേണ്ടി മാത്രം കടുംപിടുത്തം പിടിച്ച ദേവേന്ദ്രൻ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് മഹാബലി സഹതപിച്ചു. ഒരുപാട് മനസ്സിൽ വിഷമമുണ്ടായിരുന്നു മഹാബലിക്ക്. ഇത്രയും വലിയൊരു മനുഷ്യൻ, വലിയ സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായില്ലല്ലോ എന്ന് നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ അതിൻ്റെ ഒരു കാര്യം ചെയ്താൽ മതി. ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധം അധോലോകങ്ങളുടെ വർണ്ണനയുടെ ഭാഗത്ത് ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആത്മസമർപ്പണം ചെയ്ത മഹാബലിക്ക് സുതല ലോകത്തിൻ്റെ ചക്രവർത്തിയാക്കി ധാരിയായ ഭഗവാൻ തന്നെ മഹാബലിക്ക് കാവൽക്കാരനായിരിക്കും എന്ന് വരം കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ. സാക്ഷാൽ ഭഗവാന്റെ ദർശനത്തിന് വേണ്ടിയിട്ട്, ആ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ജീവിതം മുഴുവൻ നമ്മൾ കാത്തിരിക്കുകയാണ്. പല പൂജകളും കർമ്മങ്ങളും വ്രതങ്ങളൊക്കെ ചെയ്യുന്നത് ഭഗവത് പ്രീതിക്ക് വേണ്ടിയാണ്. ആ ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണു സുതൽ ലോകത്തിൻ്റെ ചക്രവർത്തിയാക്കി മാറ്റി മഹാബലിയെ. അത് അന്ന് മാത്രമല്ല, ഗദം ചക്രം എല്ലാം അങ്ങനെ ധരിച്ചിട്ടുള്ള ആയുധധാരിയായ ഭഗവാൻ തന്നെ മഹാബലിക്ക് കാവൽക്കാരനായിരിക്കും എന്ന് വരം കൊടുക്കുകയും ചെയ്തു. ആലോചിച്ച് നോക്കൂ. അതോടെ ലക്ഷ്മീദേവി സുതലത്തിൽ പ്രവേശിച്ചു. അതുപോലെ തന്നെ മഹാബലിക്കും കുടുംബത്തിനും ഐശ്വര്യങ്ങളും കൊടുത്തു. അടുത്ത മന്വന്തരത്തിൽ മഹാബലി ഇന്ദ്രനായി തീരുകയും ഒടുവിൽ ഭഗവത് സായുജ്യം നേടുകയും ചെയ്യുമെന്ന് ഭഗവാൻ അറിയിച്ചു.
അപ്പം ഭഗവാൻ പറയാണ്, ഞാൻ നിൻ്റെ ആ രാജ്യത്തിലെ നിൻ്റെ രക്ഷകനായിട്ട് ഞാൻ ഇന്ന് നിൻ്റെ കൂടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പം ഭഗവാനോടൊപ്പം തീർച്ചയായും ആരുണ്ടാവും? ലക്ഷ്മി ദേവി ഉണ്ടാവും. ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ പ്രതീകമാണല്ലേ, എൻ്റെ ദേവിയാണ്. അപ്പോൾ അതോടൊപ്പം അവർക്ക് സമ്പത്തും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ പറയുന്നത് മഹാബലിയും ഓണവും ആചരിക്കപ്പെടുന്നത് കേരളത്തിൽ മലയാളികൾക്കിടയിൽ മാത്രമെന്നാണ്. ഇതൊരു ശുദ്ധ വിഡ്ഢിത്താണ് നമ്മളൊക്കെ പഠിച്ചു വച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ എന്താ പറയുക, ദേശീയോത്സവം പോലെ കേരളത്തിൻ്റെ ഉത്സവം കേരളത്തിൽ മാത്രം, അതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എല്ലാം ഒന്നിച്ച് ആഘോഷിക്കുന്ന കേരളത്തിൻ്റെ ഉത്സവമായിട്ടാണ് നമ്മളെപ്പോഴും ഓണത്തിനെ കണ്ടെത്തിയിട്ടുള്ളത് അല്ലേ? എങ്കിൽ ആ ധാരണ പോലും തെറ്റാണ്. നീതിമാനും മഹാഭക്തനും പ്രതാപശാലിയുമായിരുന്ന മഹാബലിയുടെ ഭരണകാലത്തെ യുഗങ്ങൾക്ക് ശേഷവും ജനങ്ങൾ ആദരവോടെ കാണുന്നു. മഹാബലിയെ ആചരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല എന്ന് നാം മനസ്സിലാക്കണം. കാരണം വർഷത്തിൽ ഒരു ദിവസം മഹാബലി തമ്പുരാൻ സുതലത്തിൽ നിന്നും തൻ്റെ പ്രജകളെ കാണാൻ ഭൂതലത്തിലേക്ക് എത്തുന്നു എന്നാണ് സങ്കല്പം. ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളിലുണ്ട്, അത് കേരളത്തിൽ മാത്രമല്ല. കേരളത്തിൽ വാമന ജയന്തിയായ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിനോടനുബന്ധിച്ചാണെങ്കിൽ ഭാരതത്തിലെ മറ്റ് പ്രദേശങ്ങൾ ദീപാവലിയോടനുബന്ധിച്ച് ബാലിപ്രതിപദ കേട്ടിട്ടുണ്ടോ? ബാലിപ്രതിപ്രദ എന്ന ആഘോഷത്തിലാണ് മഹാബലി തമ്പുരാനെ അവർ സ്വീകരിക്കുന്നത്. വാമന ജയന്തിയായ ഓണമാകട്ടെ വാമന ദ്വാദശി, ശ്രാവണ ദ്വാദശി, വാമന ജയന്തി എന്ന പേരുകളിൽ പല പ്രദേശങ്ങളിലും ആചരിക്കുന്നുണ്ട്. നമുക്കറിയാത്തൊരു കാര്യമാണ്. നമുക്കറിയാത്തതും നമ്മൾ പഠിക്കാത്തതും കാര്യങ്ങളൊക്കെ തെറ്റാണെന്നൊക്കെ പറയുകയും അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ശരിക്ക് എത്ര തെറ്റായ കാര്യമാണ് അല്ലേ? ഭാവി തലമുറയ്ക്ക് ഇനി പഠിച്ചു വരുന്നവർക്ക് നമ്മൾ ജ്ഞാനം കൊടുക്കുകയാണ് വേണ്ടത്. അഥവാ ജ്ഞാനം നമുക്കില്ലെങ്കിൽ നമ്മൾക്കുള്ളത് പകർന്നു കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണം, ആലോചിക്കണം, കണ്ടെത്തണം, എന്നിട്ട് വേണം അതിനെപ്പറ്റി സംസാരിക്കാൻ. അല്ലാതെ നമ്മൾ അങ്ങനെ അല്ല എന്ന് വാദിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ നമ്മൾ അവസാനമായിട്ട് പറയുന്നത് ഓണത്തപ്പൻ മഹാബലി. ഓണത്തിന് പൂക്കളങ്ങൾക്ക് അരികിലായി അല്ലേ, പൂക്കളങ്ങൾക്ക് അരികിലായിട്ട് നമ്മൾ ഈ മണ്ണുകൊണ്ടൊരു മുത്തിയമ്മ, അറകല്ല്, ഉരൽ, പിള്ളക്കല്ല് എന്നിവയോടൊപ്പം ഓണത്തപ്പന്മാരെ വെക്കാറുണ്ട്. തിരുവോണനാളിൽ പൂവടകളുണ്ടാക്കി സ്ത്രീകൾ അവിടെ നിവേദിക്കുന്നതും പതിവാണ്. ഓണത്തപ്പനെ തൃക്കാക്കരയപ്പൻ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? തൃക്കാക്കരയപ്പൻ മഹാബലിയാണെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. മഹാബലിനെയാണ് നാം അവിടെ സങ്കല്പിച്ച് വെക്കുന്നത് എന്നൊരു ധാരണ പലരിലുണ്ട്. എന്നാൽ അങ്ങനെയല്ല. എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലെ പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി വാമനാണ്. മനസ്സിലായേ? തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പോൾ എറണാകുളത്ത് ജില്ലയിലെ തൃക്കാക്കരയിലെ പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി വാമനാണ്. ഭഗവാനെ സങ്കല്പിച്ചാണ് ഓണത്തപ്പൻ്റെ രൂപങ്ങളൊക്കെ പൂക്കളത്തോടൊപ്പം വെക്കുന്നത്. ഭഗവാന് സാക്ഷാൽ മഹാവിഷ്ണുവിനെ സങ്കല്പിച്ച് തന്നെയാണ്. ചിലയിടങ്ങളിൽ തൃക്കാക്കരയപ്പനൊപ്പം മഹാബലിയെയും ആരാധിക്കാറുണ്ട്. തൻ്റെ പ്രജകൾ ഐശ്വര്യപൂർണ്ണമായിട്ട് ജീവിക്കുന്നത് കാണാൻ വർഷത്തിലൊരിക്കൽ കാണണമെന്ന മഹാബലി വാമനോട് വരം ആവശ്യപ്പെട്ടിരുന്നു. നിനക്ക് പ്രജകളെ എല്ലാ വർഷവും സന്തോഷത്തോടെ കാണാൻ സാധിക്കുമെന്ന് ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. അതുപ്രകാരം വാമന സമേതനായി മഹാബലി ഭൂമിയിലെത്തുന്നു എന്ന് ഭാഗവതം വർണ്ണിക്കുന്നുണ്ട്. ഭാഗവതത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വാമന സമേതനായിട്ടാണ് മഹാബലി വന്നിരിക്കുന്നത്. അപ്പോൾ വാമനൻ മഹാബലിനെ ചവിട്ടിത്താഴ്ത്തുകയും അങ്ങനെ ശിക്ഷിക്കുകയൊക്കെ ചെയ്തതാണെങ്കിൽ എന്തിനാണ് എല്ലാ വർഷവും വാമനും മഹാബലിയോടൊപ്പം ഇവിടെ സന്ദർശിക്കാൻ വരുന്നത്? അത് ഞാൻ പറഞ്ഞതല്ല, ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. വാമന ജയന്തിയും കൊയ്ത്തുത്സവവും മഹാബലിയുടെ സന്ദർശനവും ഒക്കെ ചേർന്ന മഹോത്സവമാണ് ഓണം. ദേവാസുരന്മാരെ അബ്രഹാമിക് മതങ്ങളുടെ ദൈവപിശാച സങ്കല്പങ്ങളുടെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടല്ല കാണേണ്ടത് എന്ന് മഹാബലിയും പ്രഹ്ലാദനും അതുപോലെ തന്നെ വൃത്രാസുരനുമൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം അങ്ങനെയുള്ള കഥകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കാതെയാണ് പലരും ചർച്ചകളൊക്കെ ചെയ്യുന്നത്. ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് കുറച്ച് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഇവിടെ
നിങ്ങളുടെ അറിവിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഇത് നിങ്ങൾ കേൾക്കുക. സംശയങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് എഴുതിയിടാം കമൻ്റായിട്ട്. നമുക്ക് തീർച്ചയായും അത് ചർച്ച ചെയ്യാം, സംശയ നിവാരണം നടത്തുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. സൈനികം സുരേഷ് പുനൂർ, പൂനെ.